ഭാവന സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് അങ്ങനെ സൂര്യയുടെ കല്യാണത്തിന് ദിവസം എത്തിയിരിക്കുകയാണ്. ജയയും ദേവനും രാവിലെ തന്നെ മണ്ഡപത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ദേവൻ ജയയോട് പറയുന്നുണ്ട്, ജയെ സുഖമില്ലാത്തതാ, അധികം സ്ട്രെയിൻ ചെയ്യരുത്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാനും മോഹിനിയും ഒക്കെയുണ്ട്, നീ എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്ന് പറയാം. ഇത് കേട്ട് ജയ തിരിച്ച് പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാനല്ലാതെ വേറെ ആരാ ദേവേട്ട ഇങ്ങനെ ഇടപെടേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പം തന്നെ ചെയ്യണ്ടേ? ഇവിടെ ഞാനൊരു രോഗിയാണെന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ എൻ്റെ രോഗത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് സെൻറ്റി അടിക്കും. ഞാൻ എന്നെ ശ്രദ്ധിച്ചോളാം ദേവേട്ട എന്നൊക്കെ പറയാണ്. എല്ലായിടത്തും ദേവേട്ടൻ്റെ ഒരു കണ്ണുണ്ടാവണം. അറിയാലോ, സൂര്യ പാതി മനസ്സോടെയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചോളാം, എല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നാൽ മതിയായിരുന്നു. മനസ്സിലിപ്പോഴും വല്ലാത്തൊരു കുറ്റബോധം പോലെ. ഇത് കേൾക്കുമ്പോൾ ജയം പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലും വല്ലാത്തൊരു കുറ്റബോധമുണ്ട് ദേവേട്ട. നമ്മുടെ തലവിധി നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ എന്ന് പറയാണ്. പിന്നീട് ദേവൻ പറയുന്നുണ്ട്, ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ നമ്മുടെ മോൻ കെട്ടിയ താലി അഴിച്ചാണ് മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി അണിയിക്കാൻ പോകുന്നത് എന്നോർക്കുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. തലവിധിയാണെന്ന് പറയാൻ എളുപ്പമാണ്. ഇനിയുള്ള നമ്മുടെ മോൻ്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവൻ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ജയ പറയുന്നുണ്ട്, ഒക്കെ ശരിയാവും ദേവേട്ട. മാനസമോൾ നമുക്ക് അന്യൊന്നുമല്ലല്ലോ, അവൾക്ക് എല്ലാ കാര്യവും അറിയാം. അതുതന്നെ നമ്മുടെ ഭാഗ്യമല്ലേ. വെറുതെ ആവശ്യമില്ലാത്തത് ആലോചിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ ജയദേവനോട്. ദേവേട്ടൻ്റെ മനസ്സിന് വേണം ആദ്യം ധൈര്യം കൊടുക്കാൻ, എങ്കിലേ എനിക്കും ഒരു ആശ്വാസമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൻ്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുകയാണ് കേട്ടോ, നല്ല വിഷമമുള്ളതുപോലെയൊക്കെ. പക്ഷെ അവരുടെ ഉള്ളിലാണെങ്കിലോ ഇത്രയും കാലത്തെ പരിശ്രമത്തിന് ഇന്ന് ഒരു ഫലം കാണാൻ പോകുന്നതിനുള്ള സന്തോഷമാണ്. പിന്നീട് മോഹിനി സൂര്യയെ റെഡിയാക്കി മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എവിടെ തിരഞ്ഞിട്ട് സൂര്യയെ കാണുന്നില്ല. അവസാനം സൂര്യയെ കണ്ടെത്തുകയാണ്. നീ ഇവിടെ നിൽക്കുകയാണോ, നീ റെഡിയാകുന്നില്ലേ? നിന്റെ വിഷമമെല്ലാം എനിക്ക് മനസ്സിലാകും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാവനയല്ലേ നിന്നെ കൊണ്ട് ഈ വേഷമെല്ലാം കെട്ടിക്കുന്നത് എന്ന് സൂര്യയോട് പറയാം കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാൻ ഭാവനൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അവൾ അറിയുന്നില്ല ഇന്നത്തോടെ സൂര്യ അവസാനിക്കാൻ പോവുകയാണെന്ന്. ഭാവനയെ നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ എന്നോട് പറയാനുണ്ട്, പക്ഷെ അവൾ തുറന്നു പറയുന്നുമില്ല. ഇങ്ങനെ സൂര്യ പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഞാനും ആലോചിച്ചു, ആ മാനസയെ കെട്ടാൻ ഭാവന എന്തിന് എന്നോട് പറയണം? ഭാവന എന്ത് ചതിയാണ് ചെയ്തത് എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും ഇനി സംസാരിച്ച് നിൽക്കണ്ട, നീ ഇറങ്ങാൻ നോക്ക്. നീ മണ്ഡപത്തിൽ വൈകിയെത്തിയാൽ അമ്മയ്ക്ക് വിഷമമാകും, അമ്മയെ വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഭാവനയെ ഒന്ന് കാണുന്നുണ്ട്, പറയാനുള്ളത് ഇന്നല്ലേ പറയാൻ പറ്റൂ എന്നൊക്കെ കുറച്ച് ദേഷ്യത്തോടെ തന്നെ മോഹിനി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഭാവന സൂര്യയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഭാവന സൂര്യ അന്ന് ഗിഫ്റ്റ് കൊടുത്ത സാരിയൊക്കെയാണ് കൊടുത്തത്. എന്നിട്ട് ഭാവന ആലോചിക്കുന്നുണ്ട്, അന്ന് ഗിഫ്റ്റ് കൊടുത്ത ദിവസം സൂര്യ പറയുന്നുണ്ട്, ഇത് നീ നിൻ്റെ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണം ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എൻ്റെ സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പോൾ സൂര്യക്കും അത് സ്പെഷ്യൽ ഡേ ആയിരിക്കുമല്ലോ എന്നൊക്കെ കേട്ടോ. ഇങ്ങനെ ഓരോന്ന് അവൾ ആലോചിച്ച് നിൽക്കുകയാണ്. പഴയത് ആ ടൈമിലാണ് അമ്മ അങ്ങോട്ട് വരിക. നീ റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും സൂര്യ എൻ്റെ മോൾക്ക് നല്ല മാച്ചുള്ള സാരി തന്നെയാണ് എടുത്തു തന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഓട്ടോ വന്നിട്ടുണ്ട്, നീ വാ നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവനയും അമ്മയും മായയും അങ്ങനെ എല്ലാവരും അവിടെ നിന്നും ഇറങ്ങുകയാണ്. പിന്നീട് മണ്ഡപത്തിൽ വിജയപത്മയും ജാനകിയും ഒക്കെ എത്തിയിട്ടുണ്ട്. അവർ ഭയങ്കര സന്തോഷപൂർവ്വം എല്ലാവരെയും സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് സൂര്യയുടെ വിവാഹം മാനസയുമായി നടക്കുന്ന സന്തോഷമാണ് കേട്ടോ. കാരണം ഇതുവഴി ഭാവനയ്ക്ക് നല്ലൊരു അടി കിട്ടുമല്ലോ എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് അവരും. പിന്നീട് മാനസയും അച്ഛനും അമ്മയും മണ്ഡപത്തിലെത്തുകയാണ്. അവൾ വന്നിട്ട് ജയയുടെയും ദേവൻ്റെയും അതുപോലെ തന്നെ വിജയപത്മ, ജാനകി ഇവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. എന്നിട്ട് വളരെ സന്തോഷപൂർവ്വം തന്നെ കല്യാണപ്പണിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം തന്നെ മണ്ഡപത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സേതുവും രമേശനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സേതു അവിടെ ഉണ്ടെങ്കിലും മനസ്സൊക്കെ ആകെ മരവിച്ചിരിക്കുകയാണ് കേട്ടോ. സൂര്യയുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭാവനയുടെ ഭാവി എന്തായിരിക്കുമെന്നൊക്കെ പറയാണ് സേതു. അപ്പോൾ രമേശൻ പറയുന്നുണ്ട്, ഒരുപക്ഷെ ജയനിർമ്മല മാറാരോഗ്യയാണെന്നും അവൾക്ക് ഈ ഒരു അവസ്ഥയിൽ അവരുടെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാൻ കഴിയില്ലെന്ന് തോന്നിയത് കൊണ്ടാവാം പെങ്ങളിങ്ങനെ തീരുമാനിച്ചെന്നൊക്കെ പറയാണ്. എനിക്കിതൊന്നും കാണാൻ വയ്യ, ഞാൻ പോയാലോ എന്നൊക്കെ ചോദിക്കാണ്ട് സേതു. എവിടെ നോക്കിയാലും ഭാവനയുടെ സൂര്യവുമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾ പറയാൻ കേട്ടോ സേതു. പിന്നീട് വിജയപത്മനും ജാനകിയും സംസാരിച്ച് നിൽക്കുകയാണ്. അവർ ഭയങ്കര ആഹ്ലാദത്തിലാണല്ലോ. ഇന്നത്തോട് കൂടിയിട്ട് സൂര്യ എന്ന രക്ഷകനെ
ഗായത്രിയുടെ കുടുംബത്തെ നഷ്ടമാകുമെന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ. അവരുടെ മകളുടെ വിവാഹം സൂര്യയുമായിട്ട് നടക്കാത്തതിലും അതേസമയം ഭാവനയോടുള്ള പകയും എല്ലാം കൂടിയാണ് കേട്ടോ അവർക്കിന്ന്. പിന്നീട് സൂര്യ മണ്ഡപത്തിലേക്ക് വരികയാണ്. ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ കടമ ചെയ്യാൻ വരുന്നു എന്ന നിലയിലാണ് കേട്ടോ അവൻ വരുന്നത്. മുഖത്തൊരു സന്തോഷവുമില്ലാതെ എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരാളെ പോലെയാണ് കേട്ടോ സൂര്യ നിൽക്കുന്നത്. ഇത് കാണുന്ന ദേവനാകെ തകർന്നു പോവുകയാണ്. അവർ സൂര്യയുടെ അടുത്തൊന്ന് സംസാരിക്കുകയാണ്. സൂര്യ, എന്താ നീ ഇങ്ങനെ? നീ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക. നിൻ്റെ വിവാഹമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇതിലൂടെ നല്ലൊരു ജീവിതം നിനക്കുണ്ടാകും. ഇതുവരെ ഉണ്ടായതെല്ലാം നീ മറക്കണം എന്നൊക്കെ പറയാണ്. അതിനെനിക്ക് കഴിയില്ല അച്ഛാ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഭാവനയുടെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടാകും. ഇതുവരെ നിങ്ങൾ കണ്ട ആ പഴയ സൂര്യ ഇന്നത്തോടു കൂടി മരിക്കുകയാണെന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവനാകെ തകർന്നു പോവാൻ കേട്ടോ. ആർക്കും വേണ്ടി ത്യജിക്കാനുള്ളതല്ല നിൻ്റെ ജീവിതം. അങ്ങനെ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിക്കേണ്ടതല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് അവൻ ആശ്വസിപ്പിക്കാൻ കേട്ടോ. പിന്നീട് അതാ അവിടേക്ക് ഭാവനയും ഫാമിലിയൊക്കെ വന്നിറങ്ങാണ് ഒരു ഓട്ടോയിൽ. എല്ലാവരും വളരെ ആശ്ചര്യപൂർവ്വം നോക്കി നിൽക്കാൻ കേട്ടോ ഭാവനയുടെ വരവ്. ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന രീതിയിലാണ് വിജയപത്മയും ജാനകിയും. ഭയങ്കര സന്തോഷത്തോടു കൂടിയും എന്നാൽ അല്പം പേടിയോട് കൂടിയുമാണ് ജയപ്രഭ നോക്കി നിൽക്കുന്നത്. വളരെ നിസ്സഹായ നോട്ടത്തിലാണ് ദേവൻ്റേത്. അങ്ങനെ എല്ലാവരും കൂടി അവരെ വരവേറ്റ് അകത്തേക്ക് ഇരുത്തുകയാണ്.